ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കാം. ഇളം ചൂടുള്ള പാല് വേണം എടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് വയ്ക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇത് 10 മിനിറ്റ് വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ പാല് നിങ്ങൾ ഒരിക്കലും തിളച്ച പാൽ എടുക്കരുത്, ഇളം ചൂടുള്ള പാല് വേണം എടുക്കാൻ. ഇപ്പോഴത്തെ ഞാനിത് 10 മിനിറ്റ് ആയപ്പോൾ എടുത്തതാണ്. ഇത് ഒരു മുട്ട സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഒരു മുട്ട മുഴുവനും നമുക്കിതിലേക്ക് വേണ്ട, ഇതിന്റെ പകുതി മതി. അപ്പോൾ പകുതി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരം അനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1 കപ്പ് അളവിൽ മൈദയാണ് ചേർക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കണം. ആദ്യം നമുക്ക് ഈ ബട്ടർ ഈ പൊടിയിലേക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് പൊടിയായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കുമ്പോൾ ആദ്യം നല്ല പശ പോലെ കയ്യിലൊക്കെ ഒട്ടി നിൽക്കും കേട്ടോ. കുഴച്ച് റെഡിയാക്കണം. നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനു മുമ്പ് കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നല്ല പോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് ഉള്ളിലേക്കാക്കി ഒരു ബോൾ പോലെ ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിലും കുറച്ച് എണ്ണയോ ബട്ടറോ ഒന്ന് തടവി വെക്കണേ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഞാൻ ഈ മാവ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ലൊരു തുണി കൊണ്ട് ഈ പാത്രം മൂടി വയ്ക്കാം. ഇനി ഇത് ഒരു 2 മണിക്കൂറോളം ഇങ്ങനെ നിൽക്കട്ടെ. 2 മണിക്കൂർ കൊണ്ട് ഈ മാവ് നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ടാകും. തണുപ്പ് കാലാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചോളൂ കേട്ടോ. ഇപ്പോഴേ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് അമർത്തുമ്പോൾ തന്നെ എയർ നിറഞ്ഞിരിക്കുന്നത് കാണാം. ഇനി 1 സെക്കൻഡ് ഇതൊന്ന് കുഴച്ചിട്ട് ഞാനിത് 4 ഭാഗമാക്കിയിട്ട് മാറ്റാണ്. ഇതിന്ന് ഓരോന്ന് കയ്യിലേക്ക് എടുത്തിട്ട് നേരത്തെ പോലെ തന്നെ ഉള്ളിലേക്ക് ആക്കി ചെറിയ ബോൾ പോലെ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ 4 എണ്ണവും ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഞാനിതൊരു ബട്ടർ പേപ്പറിന്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ നടുവിലായിട്ട് ചെറിയൊരു ഹോള് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു മൂടിയുടെ അടപ്പോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ കൊണ്ട് ഇതിന്റെ നടുവിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 1 കപ്പ് മാവ് കൊണ്ട് നമുക്ക് 4 ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നടുഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് 1/2 മണിക്കൂർ കൂടെ ഒന്ന് മൂടി വയ്ക്കാം. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ചെറുതായിട്ട് ഒന്നുകൂടെ വീർത്ത് വരും. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് 1/2 മണിക്കൂർ ആയപ്പോൾ എടുത്തതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു ഇളം ചൂടിൽ ഫ്രൈ ചെയ്താൽ മതി. 2 ഭാഗവും മറിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഒന്നുകൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിന്റെ ചൂടൊന്ന് തണിയുമ്പോൾ പൊടിച്ച പഞ്ചസാര കൊണ്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ചോക്ലേറ്റ് കൊണ്ട് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഡോണറ്റ്സ് ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിന്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം പൊടിച്ച പഞ്ചസാര എടുത്താലും മതി. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് ആണ്. കഴിക്കാനും അത് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്